മാധവനെ കണ്ടെത്തിയത്. ധനം കൊണ്ട് കുബേരതുല്യനായിരിക്കുന്ന ബാബു ഗോവിന്ദസേന്റെ ആതിഥ്യത്തെ പരിഗ്രഹിച്ച് സ്വർഗലോകത്തിലെ അമരാവതിയോട് തുല്യമായ അമരാവതി ബംഗ്ലാവിൽ മാധവൻ അതിസുഖത്തോടെ 10 ദിവസം താമസിച്ചു. അതിന്റെ ശേഷം പുറപ്പെടാനായി യാത്ര ചോദിച്ചു. താൻ യാത്ര ചോദിച്ചതിന് 4 ദിവസം മുമ്പ് ഗോവിന്ദസേന്റെ മകൻ കേശവചന്ദ്രസേൻ കൽപ്പന അവസാനിച്ചതിനാൽ ബൊംബായിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ബാബു ഗോപിനാഥ ബാനർജി കൂട്ടുകച്ചവടത്തിലെ ഒരു ബ്രാഞ്ച് കച്ചവട സ്ഥലത്തിലേക്കും അന്നു തന്നെ പോയി. അദ്ദേഹത്തിന്റെ സ്ഥിരമായ താമസം ആ ബ്രാഞ്ച് കച്ചവടം നടക്കുന്ന സ്ഥലത്തായിരുന്നു. മാധവൻ മലബാറിലേക്ക് തൽക്കാലം മടങ്ങുന്നില്ലെന്നും ബർമ്മ, കാശി, അലഹബാദ്, ആഗ്ര, ഡൽഹി, ലാഹോർ മുതലായ സ്ഥലങ്ങളിൽ 2 മാസം സഞ്ചരിച്ചതിനു ശേഷമേ മടങ്ങുന്നുള്ളൂ എന്നും പറഞ്ഞതിനാൽ കേശവചന്ദ്രസേനും ഗോപിനാഥ ബാനർജിയും മാധവനോട് താൻ എപ്പോഴെങ്കിലും മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഗോപിനാഥ ബാനർജി താമസിക്കുന്നിടത്ത് 2 ദിവസവും മടക്കത്തിൽ ബൊംബായിലെത്തിയാൽ കേശവചന്ദ്രസേനന്റെ കൂടെ 2 ദിവസവും താമസിച്ചിട്ടേ പോകുകയുള്ളൂ എന്നുള്ള വാഗ്ദത്തം വാങ്ങിയിട്ടാണ് അവർ പുറപ്പെട്ടു പോയത്. അവർ പോയി 4 ദിവസം കഴിഞ്ഞ ശേഷം മാധവനും യാത്ര പുറപ്പെട്ട് ഗോവിന്ദസേനെ അറിയിച്ചു. ഈ ബാബു ഗോവിന്ദസേൻ ധനത്തിൽ തന്നെയല്ല, മര്യാദ, വിനയം, ഔദാര്യം, ദയ ഇതുകളിലും ആരാലും ജയിക്കപ്പെട്ടവനല്ല. ഈ പുസ്തകത്തിൽ ഞാൻ പഞ്ചുമേനവനെയും മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാട്ടിനെയും മഹാധനികന്മാർ എന്നും 1-2 ദിക്കിൽ മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാടിനെ കുബേരൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാബു ഗോവിന്ദസേനയും ധനികൻ, കുബേരൻ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ എന്റെ വായനക്കാർ ഇവരെല്ലാം ധനത്തിൽ ഏകദേശം ഒരുപോലെ എന്ന് വിചാരിച്ചു പോവരുത്. ബംഗാളിലെ കുബേരനും മദിരാശി സംസ്ഥാനത്തിലെ കുബേരനും തമ്മിൽ വളരെ അന്തരമുണ്ട്. തമ്മിലുള്ള വ്യത്യാസം ദ്രവ്യത്തിനെ ഗുണിക്കുന്നത് കൊണ്ടറിയാം. മദിരാശിയിൽ ഒരു 5 ലക്ഷം ഉറുപ്പികയ്ക്ക് സ്ഥിതിയുള്ളവൻ നല്ല വലിയ ഒരു പ്രഭുവായി. ബംഗളാത്ത് 5 ലക്ഷക്കാർ 4ാം ക്ലാസ് ധനികന്മാരാണ്. അവിടെ 5 കോടി ദ്രവ്യസ്ഥന്മാർ ഒരു വക നല്ല പ്രഭുക്കളായി. മഹാധനികൻ കുബേരൻ എന്ന് സംശയം കൂടാതെ ബംഗാളത്തിൽ ഒരുവനെ പറയണമെങ്കിൽ അയാൾക്ക് ഒരു 15 കോടിക്കു മേലെ ദ്രവ്യം വേണം. ഗോവിന്ദസേനും അനുജൻ ചിത്രപ്രസാദസേനും ഇങ്ങനെ 15 കോടിക്കു മേലെ ദ്രവ്യമുള്ളവരിൽ അഗ്രഗണ്യന്മാരായിരുന്നു. മാധവൻ യാത്ര പറഞ്ഞു പിരിയാറായപ്പോൾ ഗോവിന്ദസേൻ വളരെ വ്യസനിച്ചു. ഗോവിന്ദസേൻ, നോം തമ്മിൽ വളരെ സ്നേഹിച്ചുപോയി. താങ്കൾ പിരിഞ്ഞു പോകുന്നത് ഇപ്പോൾ എനിക്ക് വളരെ വ്യസനമായിരിക്കുന്നു. നിവൃത്തിയില്ലല്ലോ. താങ്കളുടെ യോഗ്യതയും സാമർഥ്യവും മര്യാദയും എനിക്ക് അറിവായിടത്തോളം ഓർക്കുമ്പോൾ താങ്കൾ മദിരാശി ഗവൺമെന്റ് കീഴിൽ വളരെ യോഗ്യതയായ ഒരു ഉദ്യോഗത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മകനെ ഇനിയത്തെ കൊല്ലം സിവിൽ സർവീസിൽ എടുപ്പാൻ ഭാവിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് അവൻ ഉദ്യോഗത്തിലിരിക്കണമെന്ന് അത്ര മനസ്സില്ല. എങ്കിലും അവൻ ഉദ്യോഗത്തിലാണ് രുചിയുള്ളത്. ഗൃഹസ്ഥവൃത്തിയും കാര്യാന്വേഷണവും കച്ചവടവും അവൻ അത്ര രസമില്ല. താങ്കൾക്ക് മനസ്സിനുണ്ടായ വ്യസനമെല്ലാം തീർന്ന് താങ്കളും അവനും ഒരേ കൊല്ലം സിവിൽ സർവീസിലായി എന്നറിവാനും താങ്കൾ നാട്ടിലെത്തി പ്രിയപ്പെട്ട കുടുംബത്തോട് ചേർന്ന് സുഖമായിരിക്കുന്നു എന്ന് കേൾക്കാനും ഞാൻ സർവശക്തനായിരിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്നു പറഞ്ഞ് ഗോവിന്ദസേൻ മാധവനെ പിടിച്ചു മാറത്തണച്ച് ആലിംഗനം ചെയ്ത് വിശേഷമായ ഒരു പൊൻകടിയാളും പൊൻചങ്ങലയും തങ്കനീരാളത്തിന്റെ ഒരു സൂട്ടുടുപ്പും ആനക്കൊമ്പ് വെള്ളി ഇതുകളെക്കൊണ്ട് വേല ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു എഴുത്തുപെട്ടിയും സമ്മാനമായി കൊടുത്തു. ഗോപിനാഥ ബാനർജിയുടെ ബ്രാഞ്ച് കച്ചവട രാജ്യത്തിലേക്ക് വണ്ടി കയറുന്ന തീവണ്ടി സ്റ്റേഷനിലേക്ക് തന്റെ ഗാഡിയിൽ കയറ്റി ഗോവിന്ദസേൻ മാധവനെ കൊണ്ടുപോയി. വണ്ടി കയറാറായപ്പോൾ 2 പേർക്കും കണ്ണിൽ ജലം നിറഞ്ഞു. മാധവൻ, എന്തോ ഒരു കാരണനിമിത്തം ഇത്ര മഹാഭാഗ്യവാനും യോഗ്യനുമായ താങ്കൾക്ക് എന്നിൽ ഈ ദയയും ആദരവും തോന്നി. ഇതെനിക്ക് ഈ ജന്മത്തിൽ സാധ്യമായ ഒരു മഹാഭാഗ്യമെന്ന് തന്നെ ഞാൻ എന്റെ ജീവനുള്ളിടത്തോളം വിചാരിക്കും. സർവഭാഗ്യ സമ്പൂർണനായിരിക്കുന്ന താങ്കൾക്ക് അല്പനായ എന്നാൽ എന്തൊരു പ്രത്യുപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒന്നും തന്നെ ഇല്ല. ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ താങ്കൾക്ക് എന്നിലുണ്ടായിട്ടുള്ള ഈ അധികമായ വാത്സല്യത്തിന്റെ വിലയെ ഞാൻ വിശ്വാസത്തോടെ അറിയുന്നുണ്ടെന്നും എല്ലായ്പ്പോഴും ഈ ദേഹമുള്ള നാളോളം താങ്കളുടെ സ്മരണ എനിക്ക് വിടുന്നതല്ലെന്നും താങ്കൾ എന്നെക്കുറിച്ച് വിശ്വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ രാജ്യസഞ്ചാരം കഴിഞ്ഞു മടങ്ങി നാട്ടിലെത്തിയാൽ വിവരങ്ങൾക്കെല്ലാം എഴുതി അയച്ചുകൊള്ളാം. താങ്കളുടെ ആശ്രിതന്മാരിൽ ഒരുവനാണെന്ന് എന്നെ ദയോട് എല്ലായ്പ്പോഴും വിചാരിക്കുവാൻ വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. ഗോവിന്ദസേൻ. കേശവചന്ദ്രസേന്റെ അഭ്യുദയത്തിൽ ഞാൻ എങ്ങനെ കാംക്ഷിക്കുന്നുവോ അപ്രകാരം താങ്കളുടെ അഭ്യുദയത്തിലും ഞാൻ കാംക്ഷിക്കുന്നു എന്നു പറഞ്ഞപ്പോഴേക്ക് ബാബു ഗോവിന്ദസേന് ഗൽഗതാക്ഷരങ്ങളായിപ്പോയി. ഏതെങ്കിലും തീവണ്ടിയിൽ മാധവനെ കയറ്റി കുണ്ഠിതത്തോടുകൂടി ഗോവിന്ദസേൻ മടങ്ങി. മാധവന്റെ മലയാളത്തിലെയും മദിരാശിയിലെയും വാസസ്ഥല വിവരങ്ങളെല്ലാം നോട്ട്ബുക്കിൽ ഗോവിന്ദസേൻ കുറിച്ചെടുത്തു. വണ്ടിയിൽ കയറുമ്പോൾ തന്റെ ഒരു ഛായാചിത്രമെടുത്ത് മാധവന് കൊടുത്തു. ഗോവിന്ദസേൻ പോയി തീവണ്ടിയും ഇളകി.
മാധവൻ അപ്പോൾ ഗോപിനാഥ ബാനർജി താമസിക്കുന്ന ദിക്കിലേക്കാണ് ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത്. ഗോപിനാഥ ബാനർജിയോട് പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിനെ കാണാതെ പോവാൻ പാടില്ലല്ലോ. പല സംഗതികളും വിചാരിപ്പാനുണ്ടായതുകൊണ്ട് മാധവന് വഴി പോകുന്നതും ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നിന്ന് ഗോപിനാഥ ബാനർജിയുടെ വാസസ്ഥലത്തിലേക്ക് 68 മൈൽസ് ദൂരമാണുള്ളത്. ആ സ്റ്റേഷനിൽ നിന്ന് അല്പം പലഹാരങ്ങളും മറ്റും കഴിച്ച് മാധവൻ അവിടെ നിന്നും പോന്നു. ആ വലിയ സ്റ്റേഷന്റെ അടുത്ത് അപ്പുറമുള്ള സ്റ്റേഷനിലെത്തിയ ഉടനെ ചെറുപ്പക്കാരനായ ഒരു സുന്ദര പുരുഷൻ താനിരിക്കുന്ന വണ്ടിയുടെ വാതിൽ തുറന്ന് ആ വണ്ടിയിൽ തനിക്ക് അല്പനേരം ഇരിക്കുന്നതിന് ആർക്കെങ്കിലും വിരോധമുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ മാധവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. യാതൊരു വിരോധവുമില്ലെന്ന് മാധവൻ മറുപടി പറഞ്ഞും അതിലുള്ള രോഷം വഴിയാത്രക്കാർ ഇംഗ്ലീഷ് പരിചയമില്ലാഞ്ഞിട്ടായിരിക്കും ഒന്നും പറഞ്ഞില്ല. ഈ സുന്ദര പുരുഷൻ വണ്ടിയിൽ മാധവന്റെ അടുക്ക പോയിരുന്നു. അയാൾ കാഴ്ചയിൽ അതിസുമുഖനായും അയാളുടെ ഉടുപ്പും പുറപ്പാടും ബഹുഭംഗിയായും ഇരുന്നു. ജാതിയിൽ ഒരു മുസൽമാനായി കാണപ്പെട്ടു. തലമുടി വളർത്തി ചുമലിനൽപ്പം മീതെ വെച്ച് നിരത്തി മുറിച്ചിരിക്കുന്നു. അതിഭംഗിയുള്ള മേൽമീശ കൂടാതെ മുറത്ത് 2 ഭാഗത്തും സൈഡ് ലോക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മാതിരിയിൽ രോമം കുറെ നീട്ടി നിരത്തി വെട്ടി മുറിച്ചിട്ടുണ്ട്. വർണ്ണം നല്ല പഴുത്ത നാരങ്ങയുടേത് തന്നെ. മുഖമാകപ്പാടെ കണ്ടാൽ ബഹുഭംഗി. തലയിൽ മൂർധാവ് മാത്രം നല്ലവണ്ണം മൂടുന്ന മാതിരി മുഴുവൻ കട്ടിക്കസവായി ഒരു തൊപ്പി വച്ചിരിക്കുന്നു. ആ തൊപ്പിയും അതിനു ചുറ്റുമുള്ള കറുത്ത തലമുടിയും വെളുത്ത മുഖവും മേൽമീശയും കൂടി കാഴ്ചയിൽ അതിമനോഹരമെന്നേ പറവാനുള്ളൂ. ശരീരത്തിൽ അതിവിശേഷമായി വെളുത്ത മിന്നുന്ന കട്ടിവില്ലൂസുകൊണ്ട് ഒരു അങ്കർക്ക കുപ്പായം. അത് മുട്ടുകഴിഞ്ഞ് 4-5 വിരൽ താണു നിൽക്കുന്നു. വെള്ള വില്ലൂസ് അങ്കർക്ക മുഴുവനും സ്വർണവർണ്ണങ്ങളായും കഴുത്തുമുതൽ കടിപ്രദേശം വരെ അടുത്തടുത്തു വെച്ചിട്ടുള്ളവയുമായ കുടുക്കുകളാൽ കുടുക്കപ്പെട്ടിരിക്കുന്നു. കാലിൽ ഒന്നാന്തരം പച്ച നിറമായ പട്ടുകൊണ്ടുള്ള കാൽക്കുപ്പായം, കാലടികളിൽ ഒന്നാന്തരം തിളങ്ങുന്ന ബൂട്ട്സ്, മാറത്ത് സ്വർണവർണ്ണമായി മിന്നുന്ന ഒരു ഗടിയാൾ ചങ്ങലയും തൂങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് ഇയാളുടെ വേഷം. ഇദ്ദേഹം മാധവന്റെ അടുത്തിരുന്നപ്പോൾ തന്നെ മാധവന് അതികലശലായ ഒരു പരിമളമുള്ളതായി തോന്നി. ലാവൻഡറിന്റെയോ പനിനീരിന്റെയോ ബഹുകലശമായ പരിമളം. ഈ മഹാരസികനായ മനുഷ്യനിരുന്ന ഉടനെ തന്റെ പോക്കറ്റിൽ നിന്ന് സ്വർണവർണ്ണമായ ഒരു ചുരുട്ട് കേസ്, ചെറിയ പെട്ടി എടുത്തു തുറന്ന് ഒരു ചുരുട്ട് താൻ എടുത്ത് കേസ് മാധവന് വെച്ചു കാണിച്ചു. താൻ ചുരുട്ട് വലിക്കാറില്ലെന്ന് ഇംഗ്ലീഷ് സമ്പ്രദായ പ്രകാരം ഉപചാരത്തോടെ മാധവൻ പറഞ്ഞപ്പോൾ തനിക്ക് വലിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ഒട്ടുമില്ലെന്ന് മാധവൻ ആദരവോടെ പറയുകയും അദ്ദേഹം ഉടനെ ചുരുട്ട് വലിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറെ കഴിഞ്ഞ ശേഷം അയാൾ മാധവനോട്, താങ്കൾ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ഈ ദിക്കിൽ മുമ്പ് സഞ്ചരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മാധവൻ, ഞാൻ ഇപ്പോൾ കൽക്കത്താവിൽ നിന്നാണ് വരുന്നത്. ഒരു സ്നേഹിതനെ കാണാൻ പോകുന്നു. എന്റെ രാജ്യം മലയാളമാണ്, മദ്രാശി സംസ്ഥാനത്തിൽ. ഈ വടക്കേ ഇന്ത്യ സഞ്ചരിച്ച് കാണാൻ വന്നതാണ്. താങ്കളുമായി പരിചയമാവാൻ ഇടവന്നത് എന്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. സുന്ദരപുരുഷൻ, അതെ, ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. താങ്കളുടെ വല്ല സ്നേഹിതന്മാരോ ആൾക്കാരോ ഉണ്ടോ? അല്ല, താനേ പുറപ്പെട്ടുവോ? മാധവൻ, ഒരാളുമില്ല, ഞാൻ താനേയുള്ളൂ. സുന്ദരപുരുഷൻ, ശരി, ഞാൻ അലഹബാദിൽ ഒരു സബോർഡിനേറ്റ് ജഡ്ജിയാണ്. എന്റെ അച്ഛനെ കാണുവാൻ എന്റെ സ്വന്തം രാജ്യത്തേക്ക് പോവുകയാണ്. എന്റെ അച്ഛൻ ഒരു വലിയ വർത്തകനാണ്. അദ്ദേഹത്തിന് ഞാൻ ഉദ്യോഗം ചെയ്യുന്നത് അത്ര ഇഷ്ടമില്ല. എന്റെ സ്വന്തം മനസ്സാൽ ഈ ഉദ്യോഗത്തിൽ ഇരിക്കുന്നതാണ്. ഞാൻ 1-ാം ക്ലാസ് വണ്ടിക്കാണ് ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. എന്റെ ഭാര്യയും 2 മക്കളും ആ വണ്ടിയിലുണ്ട്. വണ്ടിയിലിരുന്ന് മുഷിഞ്ഞ് ഓരോ സ്റ്റേഷനിലെത്തിയാൽ എല്ലായ്പ്പോഴും ഞാൻ പ്ലാറ്റ്ഫോറമിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വണ്ടിയിൽ ദൂരയാത്ര ചെയ്യുന്നത് ബഹു ഉപദ്രവമാണ്. താങ്കൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. മുഖം നോക്കിയപ്പോൾ തന്നെ ഇംഗ്ലീഷ് അറിയാം എന്ന് ഞാൻ നിശ്ചയിച്ചു. ഇപ്പോൾ വളരെ സന്തോഷമായി. എന്റെ പേർ ഷിയർ അലിഖാൻ എന്നാണ്. നിങ്ങൾ ഒരു BA ആയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. മാധവൻ, അതെ, ഷിയർ അലിഖാൻ. ഇനിയും ലക്ഷണം പറയട്ടെ, BL കൂടിയാണ് അല്ലേ? മാധവൻ ചിരിച്ചും കൊണ്ട്, അതെ, ഷിയർ അലിഖാൻ. ഞാനും ഒരു ഗ്രാജുവേറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതനോടുകൂടി എത്ര ദിവസം താമസമുണ്ട്? മാധവൻ, 1 ദിവസം. ഷിയർ അലിഖാൻ, വിശേഷവിധി ആവശ്യമൊന്നുമില്ലെങ്കിൽ നമ്മൾക്കൊന്നായി എന്റെ രാജ്യത്തേക്ക് പോവുക. രാജ്യസഞ്ചാരത്തിന് വന്നതല്ലേ. ഇന്ന ദിക്കിൽ തന്നെ ഒന്നാമത് പോകണമെന്നില്ലല്ലോ. എന്റെ ഭവനത്തിൽ ഒരാഴ്ച താമസിച്ച് ആ രാജ്യത്തിലുള്ള വിശേഷങ്ങളെല്ലാം കണ്ട് പിന്നെ ഇഷ്ടം പോലെ ഏതെങ്കിലും ദിക്കിലേക്ക് പോകാമല്ലോ. മാധവൻ, ഞാനൊരു സ്നേഹിതനെ കാണാമെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാസസ്ഥലത്ത് ഒന്നാമത് പോവണം എന്ന് പറഞ്ഞതാണ്. ഷിയർ അലിഖാൻ, നിങ്ങൾക്ക് ഈ ദിക്കുകളിൽ ആരും പരിചയമില്ലെന്ന് ഞാൻ ധരിച്ചു. ആരാണ് സ്നേഹിതൻ? മാധവൻ, ഗോപിനാഥ ബാനർജി.
അദ്ദേഹത്തിനെ ഞാൻ ഈയിടെ കൽക്കത്താവിൽ നിന്ന് യാദൃച്ഛിയാ കണ്ടു പരിചയമായതാണ്. അദ്ദേഹം കൽക്കത്ത വിടുമ്പോൾ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം പോകുന്നതാണ്. ഷീർ അലി ഖാൻ. ഓ, മിസ്റ്റർ ഗോപിനാഥ ബാനർജി എന്റെ വലിയൊരു ഇഷ്ടനാണ്. എന്റെ അച്ഛന്റെയും ഇഷ്ടനാണ്. ഞാൻ കുറേ ദിവസമായി അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, വലിയ വർത്തകനാണ്. താങ്കൾ അദ്ദേഹത്തിന്റെ സ്നേഹിതനാണെന്നറിയുന്നതിൽ എനിക്ക് സന്തോഷം. എന്നാൽ ഞാൻ അദ്ദേഹത്തിനൊരു എഴുത്തു തരാം. അദ്ദേഹത്തെയും ക്ഷണിച്ചു കളയാം. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ രാജ്യത്തേക്ക് വരുന്നത് എനിക്ക് വലിയ സന്തോഷം. ഞാൻ 4 മാസത്തെ കൽപ്പനയെടുത്ത് പോകുന്നതാണ്. 4 മാസങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വരുന്നതായാൽ എനിക്ക് വളരെ സന്തോഷം. മാധവൻ. അങ്ങനെ തന്നെ, വരാം. ഇങ്ങനെ അവർ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വണ്ടി വേറെ ഒരു വലിയ സ്റ്റേഷനിലെത്തി. ആ സ്റ്റേഷനിലുള്ള തിരക്ക് ഏതു പ്രകാരം എന്ന് പറഞ്ഞുകൂടാ. വണ്ടി ഇവിടെ എത്തുമ്പോഴേക്ക് സൂര്യാസ്തമനമായിരിക്കുന്നു. സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോറത്തിൽ എങ്ങും ജനങ്ങളും സാമാനങ്ങളും നിറഞ്ഞിരിക്കുന്നു. അന്യോന്യം നിലവിളിച്ചു പറഞ്ഞാൽ കൂടി കേൾപ്പാൻ പ്രയാസം. വണ്ടി സ്റ്റേഷനിൽ നിന്ന ഉടനെ സബോർഡിനേറ്റ് ജഡ്ജി ഷീർ അലി ഖാൻ അവർകൾ മാധവന്റെ കൈയും പിടിച്ച് വണ്ടിയിൽ നിന്ന് പ്ലാറ്റ്ഫോറത്തിലേക്ക് ഇറങ്ങി. പിയോൻ, പിയോൻ എന്നുറക്കെ വിളിച്ചു. അപ്പോൾ ഒരു കുപ്പായവും പികിടിയും അരപ്പട്ടയും മറ്റും ഇട്ടു മുറുക്കിയ ഒരു താടിക്കാരൻ അതികൂറ്റൻ പട്ടാണി അടുത്ത ഒരു വണ്ടിയിൽ നിന്ന് പുറത്തു ചാടി. സാബ് എന്ന് അതിഭയഭക്തിയോടെ പറഞ്ഞുകൊണ്ട് സബ് ജഡ്ജി അവർകളുടെ അടുക്ക വന്നു നിന്നു. ഷീർ അലി ഖാൻ, ഈ വണ്ടിയിൽ കയറി ഇദ്ദേഹത്തിന്റെ ഈ സാമാനങ്ങളെല്ലാം നോക്കി ബന്ദോബസ്തിയായി ഇവിടെ ഇരിക്കണം. ഞങ്ങൾ റിഫ്രഷ്മെന്റ് റൂമിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞു. ഓ സാബ് എന്നു പറഞ്ഞ് അവൻ മാധവനിരുന്ന വണ്ടിക്കകത്തു പോയി സാമാനങ്ങളുടെ അടുക്കെ ബഹുജാഗ്രതയോടെ നിന്നു. സബോർഡിനേറ്റ് ജഡ്ജി അവർകൾ മാധവന്റെ കൈവിടാതെ പിടിച്ചും കൊണ്ട് ഓരോ നേരം പോക്കും പറഞ്ഞ് റിഫ്രഷ്മെന്റ് റൂമിലേക്ക് കടന്നു. ഷീർ അലി ഖാൻ, എന്താണ് നമ്മൾ തിന്നുന്നത് എന്ന് മാധവനോട്. മാധവൻ, താങ്കളുടെ ഇഷ്ടം പോലെ. ഷീർ അലി ഖാൻ, മാംസാഹാരങ്ങൾക്കും വൈനിനും താങ്കൾക്ക് വിരോധമില്ലായിരിക്കും. മാധവൻ, വിരോധമില്ല. ഷീർ അലി ഖാൻ, ശരി. ബോയ് ബോയ് എന്ന് വിളിച്ചു. ബോയ് എസ് ആർ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. ഷീർ അലി ഖാൻ, മട്ടൺ ചോപ്സ്, കട്ട്ലറ്റ്, ബ്രെഡ്, ചീസ്, ഷെറി വെയിൻ എന്ന് കൽപ്പിച്ചു. ബോയ് എസ് ആർ എന്ന് പറഞ്ഞ് കൽപ്പിച്ച സാധനങ്ങൾ കൊണ്ടുവരാൻ ഓടിപ്പോയി. സബ് ജഡ്ജി അവർകളും മാധവനും ഓരോ കസാലയിന്മേലിരുന്നു. ഉടനെ സബ് ജഡ്ജി അവർകൾ കസാലമേൽ നിന്ന് എഴുന്നേറ്റ്, ഓ, എന്റെ മകനെ കൂടി ഞാൻ കൂട്ടിക്കൊണ്ടുവരട്ടെ. അവൻ 1-ാം ക്ലാസ് വണ്ടിയിൽ അവന്റെ അമ്മയോടുകൂടി ഇരിക്കുന്നു. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ ശാഠ്യം പിടിച്ച് ഒന്നിച്ചു വരാൻ കരഞ്ഞു. എന്നോടുകൂടി അല്ലാതെ ആ ചെക്കൻ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ ഒരു നിമിഷത്തിലകത്തു വരും എന്ന് പറഞ്ഞ് ഗഡിയാളൊന്നെടുത്തു നോക്കി. വണ്ടി പുറപ്പെടാൻ 14 മിനിറ്റുണ്ട് പറഞ്ഞ് സബ് ജഡ്ജി വേഗം പുറത്തേക്ക് പോയി. കുട്ടിയെ കൊണ്ടുവരാൻ പോയത് മാധവൻ അതിസന്തോഷമായി. മാധവൻ അവിടെ ഇരുന്നു. അപ്പോഴേക്കും ബട്ട്ലർ കൽപ്പനപ്രകാരം ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു തുടങ്ങി. മാധവൻ സബ് ജഡ്ജിയുടെ വരവും കാത്തിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7, 8, 9, 10 മിനിറ്റായി. അപ്പോൾ മാധവൻ എന്തോ ആലോചിച്ചു. അടുക്ക നിൽക്കുന്ന ബട്ട്ലർ, ഇനി 4 മിനിറ്റേ ഉള്ളൂ, ഈ സാധനങ്ങളെല്ലാം ആറി ചീത്തയായി തുടങ്ങി എന്ന് പറഞ്ഞു. മാധവൻ, അദ്ദേഹം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പുറത്തേക്കിറങ്ങി. ആദ്യം 1-ാം ക്ലാസ് വണ്ടികൾ കെട്ടിയ ദിക്കിലേക്ക് ഓടി. ആ വണ്ടികളുടെ വാതുക്കലെല്ലാം പോയി. ഷീർ അലി ഖാൻ സബ് ജഡ്ജി, ഷീർ അലി ഖാൻ സബ് ജഡ്ജി എന്നുറക്കെ വിളിച്ചു. ആരും ഉരിയാടിയില്ല. മാധവൻ വല്ലാതെ പരിഭ്രമിച്ചു. താൻ കയറിയ വണ്ടിയിൽ വന്നു നോക്കുമ്പോൾ അവിടെ വെച്ചിരുന്ന തന്റെ വക യാതൊരു സാമാനങ്ങളെയും കണ്ടില്ല. പിയോനുമില്ല, സബ് ജഡ്ജിയുമില്ല. സാമാനങ്ങളെല്ലാം ആ തടിച്ച പ്യൂൺ എടുത്തുകൊണ്ടുപോയി എന്ന് വണ്ടിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ചില വഴിയാത്രക്കാർ കൈകൊണ്ടും മറ്റും കാണിച്ച് മാധവനെ മനസ്സിലാക്കി. മാധവൻ പിന്നെയും എന്തിനാണെന്നും എവിടേക്കാണെന്നും മാധവന് തന്നെ നിശ്ചയമില്ലാതെ പ്ലാറ്റ്ഫോറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തന്റെ മാതിരി ഓടി. അപ്പോഴേക്കും വണ്ടി ഇളകി പോവുകയും ചെയ്തു. മാധവൻ അപ്പോൾ ഉണ്ടായ പരിഭ്രമവും വ്യസനവും മതിയാകും വണ്ണവും ശരിയാകും വണ്ണവും പറഞ്ഞെന്റെ വായനക്കാരെ ധരിപ്പിപ്പാൻ എന്നാൽ പ്രയാസം. താൻ അപ്പോൾ ഇട്ടിട്ടുള്ള കുപ്പായവും തൊപ്പിയും കാലുറയും ബൂട്ടീസും ഒരു ചെറിയ ഉറുമാലയും 2 ഉറുപ്പികയ്ക്കോ മറ്റോ ചില്ലറയും ഒരു റിവോൾവർ പോക്കറ്റിലുണ്ടായിരുന്നതും താൻ എല്ലായ്പ്പോഴും ധരിച്ചുവരുന്ന ഒരു സാധാരണ ഗഡിയാളും ഒരു റെയിൽവേ ടിക്കറ്റും ഒഴികെ മറ്റു സകല സാധനങ്ങളും പോയി. പോയ സാധനങ്ങളിൽ ഏറ്റവും വിലപിടിച്ച സാധനങ്ങൾ ബാബു ഗോവിന്ദസേൻ കൊടുത്ത പൊൻകടിയാളും ചങ്ങലയും ഒരു വിലയുള്ള ദന്തത്തിന്റെ എഴുത്തുപെട്ടിയും വിശേഷമായ നീരാളത്തിന്റെ ഉടുപ്പുകളുമാണ്. പാവം സാധു മാധവൻ അന്ധനായി പ്ലാറ്റ്ഫോമിൽ കുറെ നിന്നു. വണ്ടിയും പോയി. സ്വത്തുക്കൾ സകലവും അലഹബാദിലെ സബ് ജഡ്ജിയും കൊണ്ടുപോയി. ഈ ഷീർ അലി ഖാൻ എന്ന് കള്ളപ്പേർ പറഞ്ഞ പെരുങ്കള്ളൻ ഈ വക പ്രവൃത്തിയിൽ വളരെ പണം തട്ടിപ്പറിച്ചവനാണ്. മാധവനെ ഇവനും ഇവന്റെ കൂട്ടരും കൂടി വൈകുന്നേരം പലഹാരം കഴിപ്പാനിറങ്ങിയ സ്റ്റേഷനിൽ വെച്ചു കണ്ടു. ദിക്കു പരിചയമില്ലാത്തവനാണെന്ന് മനസ്സിലായി. തന്റെ കൂട്ടുകള്ളന്മാർ 2 ആളോടുകൂടി മാധവനെ ഇങ്ങനെ ചതിച്ചതാണ്.
ആ കള്ളന്മാർ മാധവന്റെ വണ്ടിയിൽ നിന്ന് സാമാനവും എടുത്ത് സ്റ്റേഷനിൽ നിന്ന് കുതിച്ചോടി പൊയ്ക്കളയുകയും ചെയ്തു. ഇനി എന്ത് നിവൃത്തി ഈശ്വര എന്ന് വിചാരിച്ച് മാധവൻ ഓടി സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ ചെന്നു. മാധവൻ: ഇതാ, എന്റെ സാമാനങ്ങളെല്ലാം കളവ് പോയിരിക്കുന്നു. ഞാൻ അന്യരാജ്യക്കാരനാണ്. എന്നെ ദയവ് ചെയ്തു സഹായിക്കണേ. സ്റ്റേഷൻ മാസ്റ്റർ: പോലീസുകാരോട് പോയി പറയൂ. മാധവൻ: പോലീസുകാരെ ആരെയും കാണുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ: അതിന് ഞാനെന്തു ചെയ്യും? മാധവൻ: ഞാൻ അന്യദിക്കുകാരനാണ്. സ്റ്റേഷൻ മാസ്റ്റർ: അതിന് ഞാനെന്തു ചെയ്യും? മാധവൻ: എനിക്ക് ഈ ദിക്കിൽ ആരെയും പരിചയമില്ല. സ്റ്റേഷൻ മാസ്റ്റർ: അതിന് ഞാനെന്തു ചെയ്യും? മാധവൻ: നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്യാഞ്ഞാൽ ഞാൻ വളരെ കുഴങ്ങിപ്പോവുമല്ലോ. സ്റ്റേഷൻ മാസ്റ്റർ: പോലീസുകാരോട് പോയി പറയൂ. പോട്ടർ, ഈ മനുഷ്യന് പോലീസുകാരെ കാണിച്ചു കൊടുക്കൂ. ഇവിടെ പോലീസുകാർ ആരുമില്ലെങ്കിൽ പോലീസ് കച്ചേരി കാണിച്ചു കൊടുക്കൂ. പ്ലാറ്റ്ഫോറത്തിൽ പോലീസുകാരെ കണ്ടില്ല. പോലീസ് കച്ചേരിയിൽ ചെന്നപ്പോൾ അവിടെ വാതിലടച്ചിരിക്കുന്നു. ആ ദിക്കിൽ നമ്മളുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലീസുകാർ അല്ല. ഈ കളവ് പോയതും ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് വെച്ചാണ്. മാധവന്റെ പിന്നാലെ തന്നെ ഹോട്ടലിലെ ബട്ട്ലർ കൂടിയിരിക്കുന്നു. സാമാനം ഉണ്ടാക്കിയതിന് 1.5 ഉറുപ്പിക ചാർജുണ്ട്. വേണമെങ്കിൽ തിന്നോളണം, പണം തരണം എന്ന് പറഞ്ഞ് പിന്നാലെ വന്നു. മാധവൻ: ഞാൻ സാധനങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആ കള്ളനല്ലേ പറഞ്ഞത്. ഞാൻ എന്തിനാണ് പണം തരുന്നത്? ബട്ട്ലർ: നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞ് പിന്നെയും പിന്നാലെ വിടാതെ കൂടി. പോലീസുകാരെ ഒരാളെയും കാണാത്തതിനാൽ മാധവൻ പിന്നെയും തീവണ്ടി സ്റ്റേഷനിലേക്ക് തന്നെ മടങ്ങി വന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ അടുക്ക പോയി. മാധവൻ: പോലീസുകാരെ ആരെയും കാണുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ: അതിന് ഞാനെന്തു ചെയ്യും? ബട്ട്ലർ സ്റ്റേഷൻ മാസ്റ്ററോട്: അദ്ദേഹം ഹോട്ടലിൽ വന്ന് സാമാനങ്ങൾക്ക് കൽപ്പന കൊടുത്തു. ഉണ്ടാക്കിക്കൊണ്ടുവന്ന ശേഷം ഇപ്പോൾ വില തരുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ മാധവനോട്: അതെന്താണ് കൊടുക്കാത്തത്? മാധവൻ: നിങ്ങൾ കൽപ്പിച്ചാൽ കൊടുക്കാം. എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുക്കാം. എന്നാൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം മാത്രം ചെയ്യണം. ഞാൻ ഇങ്ങനെ സങ്കടത്തിൽപ്പെട്ട ഒരു മനുഷ്യനല്ലേ. എന്റെ സ്നേഹിതന് ഒരു ടെലിഗ്രാം അയച്ചു തരണം. സ്റ്റേഷൻ മാസ്റ്റർ: നേരം 6 മണി കഴിഞ്ഞുവല്ലോ. ആരാണ് സ്നേഹിതൻ? മാധവൻ: മിസ്റ്റർ ഗോപിനാഥ ബാനർജി എന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിനെ കാണുവാനാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തിനൊരു കമ്പി ഇപ്പോൾ തന്നെ അയച്ചു തരണം. ഗോപിനാഥ ബാനർജി എന്ന പേര് കേട്ടപ്പോൾ എന്തോ സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രകൃതമൊന്നു വല്ലാതെ മാറി. ആ കോടീശ്വരന്റെ സ്വന്തം ആളാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ. ബഹുവിധമായ സാമാനങ്ങൾ ഈ സ്റ്റേഷനിൽ കൂടി അദ്ദേഹത്തിനു വേണ്ടി ദിവസം പ്രതി വന്നും പോയിക്കൊണ്ടുമിരിക്കും. വളരെ പണം സ്റ്റേഷൻ മാസ്റ്റർക്ക് അദ്ദേഹത്തോട് സമ്മാനമായിട്ടും മറ്റും കിട്ടിവരുന്നുണ്ട്. അത്രയുമല്ല, ഒരു കുറി എന്തോ ഒരു വികടം കാണിച്ചതിനാൽ ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ കാൽക്ക് ചങ്ങല വരാൻ പോയത് അദ്ദേഹത്തിന്റെ ദയയാൽ ഇല്ലാതെയായിരിക്കുന്നു. ഗോപിനാഥ ബാനർജി എന്ന് വെച്ചാൽ ആ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു ഈശ്വരനെ പോലെയാണ്. ആ പേര് പറഞ്ഞു കേട്ട ഉടനെ അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. സ്റ്റേഷൻ മാസ്റ്റർ: താങ്കൾ അദ്ദേഹത്തിന്റെ സ്നേഹിതനോ? അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകുന്നുവോ? പോട്ടർ, കസാല കൊണ്ടുവാ. ഇരിക്കിൻ, ടെലിഗ്രാം ഈ നിമിഷം അയക്കാം. അദ്ദേഹത്തിന്റെ ഒരു ടെലിഗ്രാമിന് ഇപ്പോൾ ഞാൻ മറുപടി അയച്ചതേയുള്ളൂ. അദ്ദേഹത്തിന്റെ സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കണം. ടെലിഗ്രാം വേഗം എഴുതി തരികേ വേണ്ടു. മാധവൻ ഉടനെ ടെലിഗ്രാം എഴുതി സ്റ്റേഷൻ മാസ്റ്റർ വശം കൊടുത്തു. സ്റ്റേഷൻ മാസ്റ്റർ 5 നിമിഷത്തിലകത്തു മറുപടി വരുത്തി തരാമെന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചു. മാധവന് കുറെ ചായയും മറ്റും ക്ഷണം വരുത്തി കൊടുത്തു. ഉടനെ പോലീസുകാരുടെ അടുക്ക് ആളെ അയച്ചു. വേണ്ടതെല്ലാം ചെയ്തു. പണത്തിന് ചോദിച്ച ഹോട്ടൽ ബട്ട്ലറെ തൽക്കാലം കണ്ടതേയില്ല. കഷ്ടിച്ചൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടി ടെലിഗ്രാം എത്തി. സ്റ്റേഷൻ മാസ്റ്റർക്ക് നേരെ താഴെ പറയുന്ന പ്രകാരമായിരുന്നു ടെലിഗ്രാം. മലബാറിൽ നിന്ന് വന്ന മാധവന്റെ ടെലിഗ്രാം കിട്ടി. ഇദ്ദേഹം എന്റെ പ്രാണപ്രിയനായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് വേണ്ട സകല ഉപചാരങ്ങളും ചെയ്ത് വളരെ സുഖമാക്കി താങ്കൾ ഇന്നു രാത്രി അവിടെ പാർപ്പിക്കണം. മാധവന്റെ ടെലിഗ്രാം ഇവിടെ കിട്ടുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒടുവിലത്തെ വണ്ടി പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ രാത്രിയിൽ തന്നെ ഞാൻ അവിടെ എത്തുമായിരുന്നു. മാധവനോട് അശേഷം വ്യസനിക്കരുതെന്നും താങ്കൾ പറയണം. താങ്കൾ അയാളുടെ കൂടെ തന്നെ സകല ഉപചാരങ്ങളും ചെയ്ത് ഞാൻ എത്തുന്നവരെ ഇരിക്കണം. ഞാൻ നാളെ 1ാമത്തെ വണ്ടിക്ക് അവിടെ എത്തും. പോലീസിന് ഇപ്പോൾ തന്നെ അറിവ് കൊടുക്കണം. അതൊന്നും മാധവൻ അറിയണ്ട. വേണ്ടത് സകലം നിങ്ങൾ തന്നെ ചെയ്യണം. ഈ ടെലിഗ്രാം എത്തിയ ശേഷം സ്റ്റേഷൻ മാസ്റ്റർ മാധവന് ചെയ്ത ഉപചാരങ്ങളും ആദരവുകളും ഒരു രാജാവിനോ വലിയ പ്രഭുവിനോ കൂടി അദ്ദേഹം ചെയ്യുമോ എന്ന് സംശയമാണ്. ഉടനെ പോലീസിന് ആളെ അയച്ചു. മാധവന് ഹോട്ടലിൽ കിടക്ക, കട്ടിൽ, മേശ, കസാല മുതലായ പല സാമാനങ്ങളുള്ള ഒരു വലിയ മുറി ഒഴിച്ച് അതിലിരിപ്പാൻ ചട്ടമാക്കി. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ആ ദിക്കിലെ പോലീസിന്റെ ഒരു ഹെഡ് ആഫീസറും കുറെ ശിപായിമാരും കൂടിയെത്തി. ഹെഡ് ആഫീസർ ഒരു മുസൽമാനാണ്. അതിഭയങ്കര വേഷം. സ്റ്റേഷനിൽ എത്തിയ ഉടനെ സ്റ്റേഷൻ മാസ്റ്ററോട്: ഹെഡ് ആഫീസർ, കളവ് പോയത് ആർക്കാണ്? എത്ര മുതൽ പോയി? സ്റ്റേഷൻ മാസ്റ്റർ: മലയാളത്തിൽ നിന്നൊരു രാജാവ് വന്നിരിക്കുന്നു.
അദ്ദേഹത്തിന്റെ വക 1,00,000 ഉറുപ്പികയ്ക്ക് മുതൽ പോയി. ഗോപിനാഥ ബാനർജിയുടെ ഇഷ്ടനാണ് ഈ രാജാവ്. ഈ അകത്തിരിപ്പുണ്ട്. വലിയ രാജാവാണ്. വിവരത്തിന് ഗോപിനാഥ ബാനർജിക്ക് അദ്ദേഹം തന്നെ ടെലിഗ്രാം അയച്ചു. അതിനു വന്ന മറുപടി എനിക്കാണ്. ഇതാ നോക്കിൻ എന്നു പറഞ്ഞ് ടെലിഗ്രാം ഹെഡ് ഓഫീസറെ പക്കൽ കൊടുത്തു. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതെല്ലാം മാധവൻ അകായിൽ നിന്ന് കേട്ടു. വളരെ വ്യസനത്തിലാണ് തന്റെ അപ്പോഴത്തെ സ്ഥിതിയെങ്കിലും താൻ മലയാളത്തിലെ ഒരു രാജാവാണെന്നും 1,00,000 ഉറുപ്പികയുടെ മുതൽ കളവ് പോയി എന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ മാധവൻ ഉറക്കെ ചിരിച്ചുപോയി. ഹെഡ് ഓഫീസർ ടെലിഗ്രാം വായിച്ച് തല ഒന്നു കുലുക്കി സ്റ്റേഷൻ മാസ്റ്ററോട്, ഹെഡ് ഓഫീസർ, എനിക്ക് രാജാവിനെ ഒന്ന് കാണണം, അന്യായത്തിന്റെ വിവരം കുറിച്ചെടുക്കണം എന്ന് പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്റർ അകത്തുപോയി ഹെഡ് ഓഫീസറോട് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞ ശേഷം അതികൂറ്റനായ ഈ തുലുക്കൻ ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടന്ന് വളരെ ഭക്തിയോടെ മാധവൻ ഒരു സലാം ചെയ്ത് കൈകൾ രണ്ടും താഴ്ത്തി ഡ്രിൽ ചെയ്യുവാൻ നിൽക്കും പോലെ മാധവന്റെ മുൻപാകെ നിന്നു. മാധവൻ വേഗം കസാലയിന്മേൽ നിന്ന് എണീറ്റ് ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് കണ്ടത് വളരെ സന്തോഷമായി പറഞ്ഞ് അടുക്കെ കസാലമേലിരുത്തി വളരെ താഴ്മയോടെ സംസാരിച്ചു. ഈ ഉദ്യോഗസ്ഥന് മാധവനെപ്പറ്റി വളരെ ബഹുമാനവും സന്തോഷവും തോന്നി. ഉദ്യോഗസ്ഥൻ, രാജാവ് അവർക്ക് ഈ വ്യസനം വന്നതിൽ ഞാൻ വളരെ വ്യസനിക്കുന്നു. എന്നാൽ കഴിയുന്നത് ശ്രമിച്ച് ഈ കുറ്റം തുമ്പുണ്ടാക്കാൻ നോക്കാം. മാധവൻ, ഞാൻ രാജാവല്ല. ഇത് പറഞ്ഞത് കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് ദേഷ്യം തോന്നി. കുറ്റമല്ല ഈ പൊട്ടച്ചാരുടെ മുതൽ കട്ടുപോയതെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. മാധവൻ, ഞാൻ രാജാവല്ല, മലയാളത്തിലെ ഒരു നായരാണ്. ഗവൺമെന്റിൽ ഉദ്യോഗമാണ്. ഉദ്യോഗസ്ഥൻ, ശരി, മുതൽ എത്ര പോയിട്ടുണ്ട്? മാധവൻ, വില തിട്ടമായി പറവാൻ സാധിക്കില്ല. സ്റ്റേഷൻ മാസ്റ്റർ, വളരെ മുതൽ പോയിട്ടുണ്ട്, വളരെ വളരെ. മാധവൻ, ഏറെയും കുറയുമായി ഒരു 2,000 ഉറുപ്പികയുടെ മുതലുണ്ടായിരിക്കാം. പോയ സാധനങ്ങളിൽ വിലയേറിയതെല്ലാം എനിക്ക് കൽക്കത്താവിൽ നിന്ന് പുറപ്പെടുമ്പോൾ മഹാരാജ ശ്രീ ഗോവിന്ദസേൻ സമ്മാനമായി തന്നതായിരുന്നു. അതുകളുടെ വില എനിക്ക് നിശ്ചയമില്ല. ഉദ്യോഗസ്ഥൻ, ഗോവിന്ദസേനും ഇവിടുത്തെ സ്നേഹിതനോ? മാധവൻ, അതെ. ഉദ്യോഗസ്ഥൻ, കളവുണ്ടായ വിവരമൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. മാധവൻ ഉണ്ടായ സംഗതികളെല്ലാം വിവരമായി പറഞ്ഞു. ഉദ്യോഗസ്ഥൻ കേട്ട ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും മിണ്ടാതെ യോഗീശ്വരന്മാർ ധ്യാനത്തിനിരുന്നാലത്തെ സമ്പ്രദായത്തിൽ നിശ്ചലനായി ആലോചിച്ചു. ആലോചനയുടെ അവസാനത്തിൽ ഒരു മന്ദഹാസം ചെയ്തു. വാതുക്കൽ നിൽക്കുന്ന തന്റെ പ്രധാന ശിപായിയുടെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നെയും ഒരു മന്ദഹാസം ചെയ്തു. തനിക്ക് സകല സൂക്ഷ്മവും കിട്ടിയെന്ന് നടിച്ചുകൊണ്ട്. ഈ കളവുണ്ടായത് ഹോട്ടൽ ബട്ട്ലറുടെ അറിവോടുകൂടിയാണെന്നുള്ളതിലേക്ക് എനിക്ക് ലേശം പോലും സംശയമില്ല. സ്റ്റേഷൻ മാസ്റ്റർ, ശരി ശരി. പ്രധാന ശിപായി, ശരി ശരി, എനിക്ക് ഒരു അണുമാത്രം സംശയമില്ല എന്നു പറഞ്ഞപ്പോഴേക്കും ശിപായിമാർ നിന്നിടത്തു നിന്ന് ഇളകി അന്യോന്യ മുഖത്തോട് മുഖം നോക്കി. കളവ് ഇത്ര വേഗം തങ്ങളുടെ യജമാനൻ തുമ്പുണ്ടാക്കിയതോർത്ത് ആശ്ചര്യപ്പെട്ടു. തങ്ങൾക്ക് കൽപ്പന കിട്ടാൻ വൈകിയെന്ന ഭാവത്തോടെ ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടു നിന്നു. മാധവൻ, ഹോട്ടൽ ബട്ട്ലറുടെ അറിവുണ്ടാകാൻ സംഗതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ ബഹുദേഷ്യത്തോടെ, താങ്കൾ ഇനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല. വേണ്ടതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് കാര്യം തുമ്പുണ്ടാക്കട്ടെ. ഏകദേശം 1,00,000 കാര്യങ്ങൾ ഇങ്ങനെയുള്ളവ തുമ്പുണ്ടാക്കിയ മഹാന്മാരാണിവർ. അവരുടെ പ്രവൃത്തി അവർ ചെയ്തുകൊള്ളട്ടെ. മാധവൻ, അങ്ങനെ തന്നെ, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പ്രധാന ഉദ്യോഗസ്ഥൻ ഉടനെ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് ഹോട്ടൽ ബട്ട്ലറെ വിളിക്കാൻ പറഞ്ഞു. ബട്ട്ലർ വളരെ ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് ഉദ്യോഗസ്ഥന്റെ അടുക്ക വന്നു നിന്നു. ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വക മുതൽ നീ കട്ടതെവിടെ വച്ചിരിക്കുന്നു? എടുക്ക്. ബട്ട്ലർ, ഞാനോ? ആരുടെ മുതൽ? കഷ്ടം, ഞാൻ കട്ടുവോ? ഉദ്യോഗസ്ഥൻ ഒരു ശിപായിയോട്, ആ നായിനെ ഇടിക്ക്, ആ നായിനെ ഇടി. ബട്ട്ലർ, അയ്യോ. ഉദ്യോഗസ്ഥൻ, ഇനിയും ഇടി. ബട്ട്ലർ, അയ്യോ അയ്യോ, ഞാനൊന്നും അറിയില്ല. ഉദ്യോഗസ്ഥൻ, നല്ലവണ്ണം ഇടി കഴുതേ, നിനക്ക് ബലമില്ലേ? പ്രധാന ശിപായി, നീ ഇടി, ഇടി, തലക്കിടി. ബട്ട്ലർ, അയ്യോ അപ്പാ, അപ്പപ്പാ, അപ്പപ്പാ, ചത്തു ചത്തു, ഞാൻ ചത്തു, ദൈവമേ, എന്നെ കൊന്നു. ഉദ്യോഗസ്ഥൻ, ഇടിക്ക്, ഇനിയും ആ നായിനെ ഇടിച്ചു കൊല്ല്. ബട്ട്ലർ, അപ്പാ, എനിക്ക് വെള്ളം കുടിക്കണം, ഞാൻ മരിക്കാറായി. ഉദ്യോഗസ്ഥൻ, അവന്റെ കയ്യു പിടിച്ച് പിന്നോക്കം മുറുക്കിക്കെട്ടി മേലോട്ട് വലിച്ചു പൊന്തിക്ക. മറ്റൊരു ശിപായി അവന്റെ കാൽ മുന്നോട്ട് ബലത്തോടെ വലിക്കട്ടെ. കൽപ്പിച്ച പ്രകാരം ചെയ്തപ്പോൾ ബട്ട്ലർ വേദന സഹിക്കാൻ പാടില്ലാതെ, അയ്യോ അയ്യോ, ഞാൻ മുതൽ എടുത്തു തരാം. ഉദ്യോഗസ്ഥൻ, എവിടെ വച്ചിരിക്കുന്നു? ബട്ട്ലർ, അവിടെ
അവിടെ എങ്ങാനും വച്ചിട്ടുണ്ട്. എന്നെ ഒന്നഴിച്ചു വിടണം. ഉദ്യോഗസ്ഥൻ: എവിടെ വച്ചിരിക്കുന്നു? ബട്ട്ലർ: അയ്യോ, ഞാൻ കിടക്കുന്ന മുറിയിൽ വെച്ചിട്ടുണ്ട്. കെട്ടഴിക്കണേ. സ്റ്റേഷൻ മാസ്റ്റർ മാധവനോട്: കണ്ടില്ലേ, കള്ളൻ ഇവനാണ് കട്ടത്. താങ്കൾ മഹാദയാബുദ്ധിയാണ്. ഇപ്പോൾ മുതൽ വരുന്നത് കാണാം. മാധവന് ഇതശേഷം ബോധ്യമായില്ല. അവൻ വേദന സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് തീർച്ചയായും വിശ്വസിച്ചു. കാര്യവും അതുപോലെ തന്നെ. അകത്തേക്ക് പോയി ബട്ട്ലർ വെറുതെ നിന്നു. അയാൾ വശമില്ലാത്ത മുതൽ അയാൾ എങ്ങനെ കൊടുക്കും? ഏതെങ്കിലും പിന്നെയും കുറെ അന്വേഷണങ്ങളും മറ്റും ചെയ്തു. ചില പോർട്ടർമാരെയും കൂലിക്കാരെയും വളരെ അടിച്ചു. ഒന്നും തുമ്പാവാത്തതിനാൽ ഏകദേശം 12 മണിയായപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വെളിച്ചാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. രാവിലത്തെ 1ാമത്തെ വണ്ടിക്ക് ഗോപിനാഥ ബാനർജി വന്നു. കളവുകാര്യത്തെക്കുറിച്ച് കുറെ അന്വേഷിച്ചു. ഒന്നും തുമ്പുണ്ടായില്ല. പിന്നെയും അന്വേഷിപ്പാൻ ഉദ്യോഗസ്ഥന്മാരെയും മറ്റും ഏൽപ്പിച്ച് മാധവനെയും കൂട്ടി തന്റെ രാജ്യത്തേക്ക് പോന്നു. ഈ വിവരങ്ങൾക്കെല്ലാം തന്റെ രാജ്യത്തെത്തിയ ഉടനെ ഗോവിന്ദസേന് കമ്പി അയച്ചു. അതിന് ഗോപിനാഥ ബാനർജിക്ക് വന്ന മറുപടി കമ്പി താഴെ ചേർക്കുന്നു: മാധവന് നേരിട്ട നിർഭാഗ്യത്തെപ്പറ്റി ഞാൻ വ്യസനിക്കുന്നു. മാധവന് വടക്കൻ ഇന്ത്യയിൽ സഞ്ചാരത്തിനും മടങ്ങി മദിരാശിക്ക് പോവാനുമുള്ള സകല ചിലവുകൾക്കുമായി 2000 ഉറുപ്പിക മാധവന്റെ അധീനത്തിൽ നിർത്തണം. എന്നാൽ ഉറുപ്പിക ഒന്നായി കയ്യിൽ കൊണ്ടുപോവണ്ട. തൽക്കാലം ആവശ്യമുള്ളത് മാത്രം കയ്യിൽ രൊക്കം നാണ്യമായി ഇരുന്നോട്ടെ. ശേഷം ആവശ്യമുള്ളത് അലഹബാദ്, ആഗ്ര, ഡൽഹി, ലാഹോർ ഈ ബാങ്കുകളിൽ നിന്ന് അതാത് സമയം വാങ്ങാൻ ചെക്കുകൾ കൊടുക്കണം. മാധവൻ ബൊംബായിൽ മടങ്ങിയെത്തുന്നതുവരെ കൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ബൈറാം ഖാനെ കൂടി അയക്കണം. അവൻ സഞ്ചരിച്ചു നല്ല പരിചയമുള്ളവനാണ്. മുതലുകൾ പോയതിൽ മാധവൻ അശേഷം വ്യസനിക്കണ്ട എന്ന് തീർച്ചയായും മാധവനോട് പറയണം. ഈ ടെലിഗ്രാം വായിച്ചപ്പോൾ മാധവന് മനസ്സിൽ ഗോവിന്ദസേനെക്കുറിച്ചുണ്ടായ ഒരു ബഹുമാനവും ഭക്തിയും എന്റെ വായനക്കാർക്ക് തന്നെ അനുമാനിക്കാവുന്നതാണല്ലോ. എന്നാലും ഗോവിന്ദസേനെക്കൊണ്ട് ഇനി ഒരു കാശുപോലും തനിക്കു വേണ്ടി ചെലവിടിയിക്കുന്നത് മാധവന് പ്രാണസങ്കടമായി തോന്നി. ഗോപിനാഥ ബാനർജിയോട് പറയുന്നു: മാധവൻ, മഹാ ഔദാര്യശാലിയായ ഗോവിന്ദസേൻ അധികം കാലം ലോകത്തിലെ ഗുണത്തിനായി ജീവിച്ചിരിക്കട്ടെ. ഞാൻ ഇപ്പോൾ മദിരാശിക്ക് മടങ്ങാനാണ് വിചാരിക്കുന്നത്. അവിടെ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വീണ്ടും വന്ന് ഗോവിന്ദസേൻ അവർകളെയും താങ്കളെയും കണ്ടുകൊള്ളാം. എനിക്ക് ഇവിടുന്ന് മദിരാശിയിലേക്ക് വഴിയാത്രയ്ക്കുള്ള പണം മാത്രം ഇപ്പോൾ കിട്ടിയാൽ മതി. ഗോപിനാഥ ബാനർജി: അങ്ങനെ തന്നെ. എന്നാൽ ഒരു 4-5 ദിവസം എന്റെ കൂടെ ഇവിടെ താമസിച്ചിട്ട് പോവാം. എന്നാലേ എനിക്ക് സുഖമുള്ളൂ എന്നു പറഞ്ഞതിനെ അനുവദിച്ച് 4-5 ദിവസം കൂടി അവിടെ താമസിച്ചു. ഗോവിന്ദ പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും ബൊംബായിൽ താമസിക്കുന്നതായി മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗോവിന്ദ പണിക്കർക്ക് ശരീരത്തിന് ഇപ്പോഴും സുഖമായില്ല. ബർമയിലേക്ക് പുറപ്പാട് ഇന്ന്, നാളെ, മറ്റന്നാൾ എന്ന് വെച്ച് കഴിയുന്നു. ബൊംബായി എസ്പ്ലനഡിന് സമീപം കാറ്റും കൊണ്ട് നിൽക്കുമ്പോൾ സമീപത്തുകൂടി ബാബു കേശവചന്ദ്രസേനൻ കടന്നുപോയി. കേശവചന്ദ്രസേനൻ ഗോവിന്ദൻകുട്ടി മേനവന്റെ മുഖം കണ്ടപ്പോൾ മാധവന്റെ മുഖഛായ പോലെ തോന്നി. തിരികെ ഇങ്ങോട്ട് തന്നെ മടങ്ങി ഗോവിന്ദൻകുട്ടി മേനവന്റെ അടുക്ക വന്ന് ചോദിക്കുന്നു: കേശവചന്ദ്രസേൻ, താങ്കൾ ഏത് രാജ്യക്കാരനാണ്? ഗോവിന്ദൻകുട്ടി മേനോൻ: മലബാർ രാജ്യക്കാരനാണ്. കേശവചന്ദ്രസേൻ: ശരി, അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. മലബാറിൽ മാധവൻ എന്നൊരാളെ താങ്കൾ അറിയുമോ? ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻകുട്ടി മേനവൻ ഒന്ന് ഞെട്ടി, വല്ലാതെ പരിഭ്രമിച്ചു. സന്തോഷവും സന്താപവും ആശ്ചര്യവും ഒക്കെ കൂടി മനസ്സിൽ തിക്കിത്തിരക്കി വലഞ്ഞുപോയി. ഉടനെ ഗോവിന്ദൻകുട്ടി മേനോൻ: അദ്ദേഹം എവിടെയുണ്ട്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സംബന്ധിയാണ്. അദ്ദേഹം ഞങ്ങളുടെ രാജ്യം വിട്ടുപോയി കളഞ്ഞിട്ട് 2 മാസത്തോളമായി. അദ്ദേഹത്തിന്റെ അച്ഛനും ഞാനും കൂടി പലേ ദിക്കിലും അദ്ദേഹത്തെ തിരഞ്ഞു കാണാതെ വ്യസനിച്ചു വലഞ്ഞു നടക്കുന്നു. ഇവിടെ 8-10 ദിവസമായി ഞങ്ങൾ എത്തിയിട്ട്. ഉടനെ കേശവചന്ദ്രസേൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഒടുവിൽ കേശവചന്ദ്രസേൻ: ഇപ്പോൾ അദ്ദേഹം കൽക്കത്ത വിട്ടിരിക്കാം. എന്നാൽ അച്ഛന് ഞാനൊരു കമ്പി അയച്ച് അതിന്റെ വിവരമറിയാം എന്നു പറഞ്ഞ് കേശവചന്ദ്രസേനും ഗോവിന്ദൻകുട്ടി മേനവനും കൂടെ ടെലിഗ്രാഫ് ഓഫീസിൽ പോയി കമ്പി അയച്ചു. ഉടനെ ഗോവിന്ദ പണിക്കരുടെ അടുക്കെ കേശവചന്ദ്രസേൻ ഗോവിന്ദൻകുട്ടി മേനവനോടുകൂടെ പോയി. അദ്ദേഹത്തെയും ആൾക്കാരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. ഏകദേശം രാത്രി 8 മണിക്ക് മറുപടി കമ്പിയെത്തി. മാധവൻ കൽക്കത്ത വിട്ടിരിക്കുന്നു. ഗോപിനാഥ ബാനർജിയുടെ അടുക്കെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ അച്ഛൻ ഒന്നും വ്യസനിപ്പാൻ ആവശ്യമില്ല. ഉടനെ സുഖമായി വന്നുചേരും എന്നാണ് മറുപടി. അതു കിട്ടി. ഉടനെ ഗോപിനാഥ ബാനർജിക്ക് അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് രാത്രി തന്നെ കമ്പിയടിച്ചു. മാധവൻ അവിടെയുണ്ടോ എന്ന് മാത്രമാണ് കമ്പിയിൽ ചോദിച്ചത്. അതിന് പ്രഭാതത്തിൽ മറുപടി കിട്ടി. മറുപടി: മാധവൻ ഇന്നു വൈകുന്നേരം 6 മണിക്ക് ഇവിടെ നിന്ന് ബൊംബായിക്ക് വണ്ടി കയറി. സുഖക്കേട് യാതൊന്നുമില്ല. ബൊംബായിൽ എത്തിയുടനെ താങ്കളെ കാണും. ഈ കമ്പി വായിച്ചു കേട്ടപ്പോൾ ഗോവിന്ദ പണിക്കർക്കും ഗോവിന്ദൻകുട്ടി മേനവനുമുണ്ടായ സന്തോഷത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ബൊംബായിൽ മാധവൻ കയറിയ വണ്ടി എത്തുന്ന ദിവസം കേശവചന്ദ്രസേൻ സ്റ്റേഷനിൽ എതിരേൽക്കാൻ ഗാഡിയുമായി തയ്യാറായി നിന്നു.
എന്നാൽ ഒരു നേരമ്പോക്കുണ്ടാക്കണമെന്ന് കേശവചന്ദ്രസേൻ നിശ്ചയിച്ചു. ഗോവിന്ദ പണിക്കരോടും ഗോവിന്ദമേനവനോടും അവരുടെ ആൾക്കാരോടും സ്റ്റേഷനിലേക്ക് വരണ്ട എന്നും താനും മാധവനും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പുറത്തു കാണരുതെന്നും താൻ മാധവനെ പെട്ടെന്ന് കൊണ്ടുവന്ന് കാണിക്കുമെന്ന് ചട്ടം ചെയ്തിട്ടാണ് ഈ കേശവചന്ദ്രസേൻ സ്റ്റേഷനിലേക്ക് പോയത്. സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് വണ്ടിയും എത്തി. മാധവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൂടുമ്പോൾ കേശവചന്ദ്രസേനെ കണ്ടു. ഉടനെ കൈകൊടുത്ത് രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി കേശവചന്ദ്രസേന്റെ ബംഗ്ലാവിലെത്തി പുറത്ത് ബ്രാന്തയിലിരുന്നു. കേശവചന്ദ്രസേൻ കൽക്കത്ത വിട്ട ശേഷം നടന്ന വാസ്തവങ്ങളെല്ലാം മാധവൻ പറഞ്ഞു. കേശവചന്ദ്രസേൻ എല്ലാം കേട്ടു. ഒടുവിൽ കേശവചന്ദ്രസേൻ, ആട്ടെ, അലഹബാദിലെ സബ് ജഡ്ജിയുമായി പരിചയമായല്ലോ. കുറെ ദ്രവ്യനാശം വന്നാലും തരക്കേടില്ല. നല്ല ഒരു സ്നേഹിതനെ കിട്ടിയല്ലോ എന്നും മറ്റും പറഞ്ഞ് രണ്ടുപേരും വളരെ ചിരിച്ചു. കേശവചന്ദ്രസേൻ, ഇനിയത്തെ ഉദ്ദേശം എന്താണ്? മലബാറിലേക്ക് തന്നെ മടങ്ങുകയല്ലേ നല്ലത്? മാധവൻ, ഇല്ല, മലബാറിലേക്ക് ഇപ്പോൾ മടങ്ങുന്നില്ല. എന്നാൽ നാളെ ഞാൻ മദിരാശിക്ക് പോയി 8-10 ദിവസത്തിനകത്ത് ഇങ്ങോട്ട് തന്നെ മടങ്ങും. കേശവചന്ദ്രസേൻ, മദിരാശിയോളം മാത്രം പോയി മടങ്ങുന്നുവോ? മലബാറിലേക്ക് കൂടി പോവരുതോ? അച്ഛനെയും മറ്റുമൊന്ന് കാണാമല്ലോ. അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ മാധവന് ബഹുവ്യസനം തോന്നി. എങ്കിലും മറ്റേ സംഗതി ഓർത്തപ്പോൾ മലബാറിനെ മനസ്സുകൊണ്ടൊന്ന് ശപിച്ചും കൊണ്ട്. മാധവൻ, അച്ഛനെ കാണുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. തൽക്കാലം സാധിക്കില്ലെന്ന് തോന്നുന്നു. കേശവചന്ദ്രസേൻ, എന്നാൽ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാറായല്ലോ, കുളിക്കണ്ടേ? മാധവൻ, കുളിക്കാം. കേശവചന്ദ്രസേൻ, ഞാൻ ഇന്ന് എന്റെ സ്നേഹിതന്മാരിൽ 2 ആളെ കൂടി താങ്കളുടെ പ്രീതിക്കായി ഭക്ഷണത്തിന് വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അവരെ കാണാൻ സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാധവൻ, താങ്കളുടെ സ്നേഹിതന്മാർ എന്റെയും സ്നേഹിതന്മാർ തന്നെ. അവരെ ക്ഷണിച്ചത് എനിക്ക് അത്യന്തം സന്തോഷമായി എന്നു പറഞ്ഞ് മാധവൻ കുളിപ്പാൻ പോയി. കുളിപ്പാൻ പോയ ഉടനെ കേശവചന്ദ്രസേൻ ഗോവിന്ദ പണിക്കരെയും ഗോവിന്ദൻകുട്ടി മേനവനെയും ഭക്ഷണം ചെയ്യുന്ന മുറിയിലേക്ക് വിളിച്ച് തീൻമേശയുടെ അടുക്കിയിരുത്തി. താനുമിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മാധവൻ കുളി കഴിഞ്ഞു വരുന്നത് കണ്ട് കേശവചന്ദ്രസേൻ എതിരേറ്റ് ഈ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കേശവചന്ദ്രസേൻ, ഇതാ ഈ ഇരിക്കുന്ന 2 പേരെയാണ് ഞാൻ ക്ഷണിച്ചത്. താങ്കളുമായി മുമ്പ് പരിചയമുണ്ടോ? ഞാൻ അറിയില്ല. മാധവൻ നോക്കി. പിന്നെ ഉണ്ടായത് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. അച്ഛനെ ഞാൻ കണ്ടത് എന്റെ ഭാഗ്യം എന്ന് പറയുമ്പോഴേക്ക് ഗോവിന്ദ പണിക്കർ എഴുന്നേറ്റ് മാധവനെ ആലിംഗനം ചെയ്തു. അയ്യോ എന്റെ കുട്ട, നീ എന്നെ ഇങ്ങനെ വ്യസനിപ്പിച്ചുവല്ലോ എന്ന് ഗൽഗദാക്ഷരമായി കരഞ്ഞുകൊണ്ടു പറഞ്ഞു. കേശവചന്ദ്രസേൻ ഉടനെ ആ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോയി. ഈ ആലിംഗനവും കരച്ചിലുമൊക്കെ കഴിഞ്ഞ ശേഷം ഒന്നാമത് ഗോവിന്ദ പണിക്കർ പറഞ്ഞത്, ഗോവിന്ദൻകുട്ടി ഉടനെ നാട്ടിലേക്കൊരു കമ്പി അടിക്കണം. ഇവന്റെ അമ്മയും പെണ്ണും വ്യസനിച്ചു മരിച്ചിരിക്കുമോ എന്ന് അറിഞ്ഞില്ല. മാധവൻ, ഏതു പെണ്ണ്? ഏതു പെണ്ണാണ് എന്നെക്കുറിച്ച് വ്യസനിച്ചു മരിക്കാൻ? ഗോവിന്ദമേനോൻ, എന്റെ മരുമകൾ ഇന്ദുലേഖ. ഭ്രാന്ത, എന്തൊരു കഥയാണിതെല്ലാം! എന്തെല്ലാം ഗോഷ്ഠിയാണ് ഈ കാണിച്ചത്! ഈയിടെ മാധവന് പലപ്പോഴും വിചാരിയാതെ പല ആപത്തുകളും നേരിട്ടിട്ടുണ്ടായിരുന്നു. ചില സന്തോഷങ്ങളും ഇടയിൽ ഉണ്ടായിട്ടില്ലെന്നില്ല. എന്നാൽ അതിനാൽ ഒന്നും ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു സ്തബ്ധത മാധവനുണ്ടായിട്ടില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ പറഞ്ഞത് കേട്ടപ്പോൾ മാധവന്റെ സർവാംഗം തരിച്ചു മരം പോലെയായിപ്പോയി. ഗോവിന്ദ പണിക്കർ, എന്ത് കഷ്ടമാണ് കുട്ടാ നീ ചെയ്തത്! നിന്റെ അമ്മയെയും ആ പെണ്ണിനെയും ഞങ്ങളെയും നീ ഇങ്ങനെ വ്യസനിപ്പിച്ചുവല്ലോ. നീ നാട്ടിൽ വന്നിട്ട് ഒരു പൊള്ളയും കേട്ട് അന്താളിച്ചോടിപ്പോയല്ലോ. വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു. കഷ്ടം. നിനക്കെന്തോ ഒരു ശനിപ്പിഴ ഉണ്ടായിരുന്നു. അത് തീർന്നുവായിരിക്കാം. മാധവന് ഒരക്ഷരവും ശബ്ദിക്കാൻ വയ്യാതെ കസാലമേലിരുന്നു. ഉടനെ കേശവചന്ദ്രസേൻ വന്ന് ഇതെല്ലാം കണ്ടിട്ട് എന്തൊക്കെയോ ചില അപകടമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിലും മാധവനോടൊന്നും ചോദിച്ചില്ല. എല്ലാവരും ഭക്ഷണത്തിന് ആരംഭിച്ചു. മാധവനും ഭക്ഷണം കഴിക്കുന്ന പോലെ കാട്ടിക്കൂട്ടി. ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഗോവിന്ദൻകുട്ടി മേനവൻ വിവരത്തിനൊരു ടെലിഗ്രാം മലബാറിലേക്ക് അയച്ചു. കേശവചന്ദ്രസേൻ വേറെ മുറിയിലേക്ക് പോയ ശേഷം ഗോവിന്ദ പണിക്കർ, എന്താണ് കുട്ടാ നീ ഒന്നും മിണ്ടാത്തത്? ഗോവിന്ദമേനോൻ, ഇത്ര വിഡ്ഢിത്തം കാണിച്ചിട്ട് എങ്ങനെയാണ് മിണ്ടുന്നത്? മാധവൻ, അച്ഛാ, എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ അറബിയൻ നൈറ്റ്സിലുള്ളൊരു കഥ വായിച്ചു കേൾക്കും പോലെ തോന്നുന്നു. ഗോവിന്ദ പണിക്കർ, നല്ല കഥയാണിത്. ഇന്ദുലേഖയെ നീ ഇങ്ങനെ വ്യസനിപ്പിച്ചുവല്ലോ. നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയം. അത്ര പരവശയായിരിക്കുന്നു. മാധവൻ കണ്ണുനീർ വാർത്തുകൊണ്ട് മുഖം താഴ്ത്തി. ആ ദിവസം കേശവചന്ദ്രസേന്റെ കൂടെ താമസിച്ച് പിറ്റേ ദിവസത്തെ വണ്ടിക്ക് മലയാളത്തിലേക്ക് പുറപ്പെടുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. ബാബു കേശവചന്ദ്രസേന്റെ ഉന്നതമായ ഒരു വെൺമാട സൗധത്തിൽ വിശേഷമായ ചന്ദ്രികയിൽ ഗോവിന്ദ പണിക്കരും മാധവനും ഗോവിന്ദൻകുട്ടി മേനവനും കൂടി അന്ന് രാത്രി കാറ്റുകൊള്ളുവാനിരുന്നപ്പോൾ ഇവർ തമ്മിലുണ്ടായ മുഖ്യമായ ചില സംഭാഷണങ്ങളെക്കുറിച്ചുകൂടി എന്റെ വായനക്കാരെ അറിയിപ്പാൻ എനിക്ക് താല്പര്യമുണ്ടാകയാൽ അതിന്റെ വിവരം ഇനിയത്തെ അധ്യായത്തിൽ കാണിപ്പാൻ നിശ്ചയിക്കുന്നു.